ആദ്യം തന്നെ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് BJP 71 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. 101 സീറ്റുകളാണ് BJP മത്സരിക്കുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം പോലും പൂർത്തിയായിട്ടില്ല. 70 സീറ്റെങ്കിലും വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. RJDയിലും ആഭ്യന്തര കലാപം രൂക്ഷമാണ്. വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഇപ്പോൾ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് BJP. ഇതിൽ എത്രത്തോളം യുവജന പ്രാതിനിധ്യമുണ്ട്? അടുത്ത പട്ടിക എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക? ബീഹാറിൽ 2 ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 71 സ്ഥാനാർത്ഥികളെയാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ മംഗൾ പാണ്ഡെ സിവാൻ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും എന്നുള്ള വിവരം കൂടി ഇതോടൊപ്പം പറയേണ്ടതുണ്ട്. ഈ പട്ടികയിൽ ഏറ്റവും പ്രമുഖരായ നിരവധി പേരുണ്ട്. അതിൽ മംഗൾ പാണ്ഡെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് ഒരൽപ്പം ശ്രദ്ധിക്കപ്പെടുന്ന മുഖം എന്ന് വേണമെങ്കിൽ പറയാം. 71 പേരടങ്ങിയ പട്ടിക ഇപ്പോൾ BJP നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 101 സീറ്റിൽ BJP മത്സരിക്കാൻ തീരുമാനമെടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ NDAയ്ക്കുള്ളിൽ സീറ്റുകൾ ഏതൊക്കെ എന്ന് തീരുമാനമായി 71 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക BJP പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് NDA സഖ്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പൂർണ്ണ സജ്ജം എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, RJDയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജന തർക്കം ഇപ്പോഴും തുടരുകയാണ്. 70 സീറ്റ് വേണം എന്നതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. പക്ഷേ 61 സീറ്റെങ്കിലും കിട്ടിയേ തീരൂ എന്ന് ഒടുവിൽ കോൺഗ്രസ് അയഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇനിയും ഏതൊക്കെ മണ്ഡലങ്ങൾ നൽകണം എന്നതിൽ തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ ലാലു പ്രസാദ് യാദവ് RJDയിലെ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നൽകിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അതൃപ്തി അറിയിച്ചിരുന്നു. അതായത് ഈ സീറ്റ് വിഭജനം പോലും പൂർത്തിയാകാതെ ഈ ചിഹ്നം നൽകിയതാണ് ശരിയായില്ല എന്ന ആക്ഷേപം ഉയർന്നത്. ഇപ്പോഴിതാ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ആ തീരുമാനം RJD റദ്ദാക്കിയിരിക്കുന്നു. അങ്ങനെ വലിയ അനിശ്ചിതത്വം ഇന്ത്യ സഖ്യത്തിൽ നിലനിൽക്കുമ്പോഴാണ് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ശ്രീകാന്ത്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം എപ്പോഴേക്കുണ്ടാകും? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അത് നീണ്ടുപോവുകയാണ്. കാരണം കോൺഗ്രസിൻ്റേത് എന്നല്ല അതിന് പറയേണ്ടത്, അത് മുഴുവനായി ചേർത്ത് അവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പട്ടികയാണ് വരേണ്ടത്. അതിൽ ആദ്യം സീറ്റ് വിഭജനം നടക്കണം. നിലവിലിപ്പോൾ അവരുടെ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി RJDയും കോൺഗ്രസിൻ്റെയും തർക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അത് കോൺഗ്രസിന് ഇത്ര സീറ്റ് എന്ന് നിശ്ചയിക്കണം, അതേതൊക്കെ മണ്ഡലങ്ങൾ എന്ന് നിശ്ചയിക്കണം. ആ മണ്ഡലങ്ങളിലേക്ക് പിന്നെ വേണം കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തുന്നതിന് വേണ്ടി. അതിനുള്ള ശ്രമം തുടരുകയാണ്. ഇന്നെങ്കിലും വൈകിട്ടോടുകൂടി അതിലൊരു തീരുമാനമാകും എന്നാണ് കരുതുന്നത്. ശരി, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.